നമ്മളിങ്ങനെ നല്ലൊരു മാഡിക്കിയുടെ പാട്ട് കേൾക്കാം. ഒന്ന് പാട്ട് നിങ്ങൾ റിലേഷൻ അവിടെ പോയിട്ടുണ്ട്. ഡൗട്ട് ഇതാരുടെ പാട്ടാ? മാഡിക്കട്ടി ഇറക്കുമതിയാ. കണ്ട തൂറാൻ മുട്ടും വെട്ടിയാൽ വീണ്ടും തൊട്ടും അടിപൊളിയാൽ നെഞ്ചിൽ തീയും പിന്നോട്ട് പോയാൽ പേര് ഒടിയും തൂറാൻ മുട്ടും കണ്ണിൽ നോക്കിയാൽ ഭയം മുടങ്ങും വന്ന വഴിക്ക് ഞാൻ കടന്നിട്ടുണ്ട് ചവിട്ടിയ മണ്ണിൽ ഞാൻ നിലനിന്നിട്ടുണ്ട് പറയേണ്ട ഇനി ഞാൻ മതി വെറും അല്ല ഇത് കെട്ട ശൈലി എടുത്തു വയ്ക്കും എന്റെ ചുവടുകൾ പൊട്ടും മുന്നിൽ പിന്നോട്ട് നോക്കാൻ ഇനി വൈകും അടി പൊട്ടിയാൽ എന്റെ പേര് കേട്ടാൽ അവന്റെ അടുത്ത മെസ്സേജ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. റൊമാൻറ്റിക് ഭയങ്കര അടുത്ത അണ്ണന്റെ ആണ് ഇറക്കുന്നത് നമ്മള്. അയ്യേ പോടാ അവിടുന്ന്. ഇപ്പൊ ചിന്നി അണ്ണന്റെ ഒരു ചിന്നി. എടാ 21 പേരെ ഉള്ളൂടാ, 28 പേരെ ലിസ്റ്റ് ഇട്ടിട്ട് ഇതിന് വീണ്ടും വീണ്ടും പറയണോടാ. എടാ കണ്ണാപ്പി നിനക്ക് ചെവി കേൾക്കണല്ലേ? കേക്കുന്നില്ല. എന്താ ഒരു മിനിറ്റ് അണ്ണൻ ഇപ്പോഴാണല്ലോ സംസാരിച്ചത്. അണ്ണന്റെ മൈക്ക് പോയാലോ? എടാ പോടാ, മൈക്കും കോപ്പൊന്നും പോയില്ല. അണ്ണന്റെ ശബ്ദം അണ്ണ റേഡിയോ കേൾക്കണമെന്ന് കേൾക്കുന്നില്ല. ഒന്നുകൂടെ നോക്കിയേ. അണ്ണ വന്ന എന്താടാ അണ്ണ മാത്രം ഇവരൊക്കെ കുത്തിരിപ്പ. കണ്ണാപ്പി നിന്നെ വിളിച്ച നീയാണോ വാസു? സോറി പിന്നെ 30 പാവം പുള്ള. ഇല്ല ഗണ്ണ് കൊടുക്കുന്നില്ല ചന്ദ്ര, ഗണ്ണ് കൊടുക്കുന്നില്ല ഗണ്ണ് കൊടുക്കുന്നില്ല ചന്ദ്ര. ആർക്കാണേലും ഗണ്ണ് കൊടുക്കുന്നില്ല. അണ്ണ ഇന്നൂടല്ലോ മറ്റേ പോയിന്റ് അണ്ണ പോയിന്റുള്ളൂ. അണ്ണ പോയിന്റുള്ളൂ. ഗണ്ണ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഗണ്ണ് കൊടുക്കുന്നില്ല. അണ്ണ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര. അയ്യോ ഗണ്ണെങ്കിലും അണ്ണത്തെ വന്ന് വേണോ ഇനി അത് തിരിച്ച്? ഇല്ല എനിക്ക് വേണ്ട അണ്ണാ. ഈ അമ്മ കൂടൽ അസുഖം കൊണ്ടാണ്. എന്തോ മാസ്റ്റർ കാണുന്ന കേട്ടോ, എന്റെ കയ്യിൽ വന്ന് അറിയാതെ അതാ പഴയത് ഉന്നല. ഒരു സെക്കൻഡ് പറ അണ്ണ തമ്മിത്തുള്ള എടാ ചന്ദ്ര, എനിക്കറിയാം നീ പാവം കൊണ്ടൊന്നും ഒരു ഗ്യാങ്ങിനും കണ്ണു കൊടുക്കാൻ പോണില്ല, മനസ്സിലായ? നിന്റെ മനസ്സില് വേറെ എന്തോ വലിയ പ്ലാനാ. ഇത് റെന്റ് ഔട്ട് എന്ത് അവർ റെന്റ് തരും. ഒന്നും വേണ്ട ഇല്ല, നമ്മുടെ ഗ്യാങ്ങിന്റെ കണ്ണ് നമ്മുടെ ഗ്യാങ്ങിന് മരടിച്ചു പോയാ മതി. ഗണ്ണിരുന്ന് പൂത്തൊന്നും പോത്തില്ലല്ലോ. പറയണ തോന്നേ മറ്റേ ഗണ്ണിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്നേ. അങ്ങ് പെട്ടെന്ന് പോവാന്ന് അതിവിടെ ഇരുന്നോട്ടെ, പുഴുത്ത് പൂത്ത് കൊടുത്തോട്ടെ. ഏത് പണി കൊടുക്കുന്ന
അത് കൊള്ളത്തില്ല. ഇത് വേറെന്തോ ആണ്, ഇത് വേറെന്തോ ആണ്. ഇത് ഗണ്ണൊന്നും ഇതാക്കാനല്ല, മനസ്സിലായി. ഇത് ഒരു ഗ്യാങ് ചോദിച്ചിട്ടില്ല. കുടുംബം ഉൾപ്പെടെ വിൽക്കുന്ന എന്താ സ്കീമാണ്? കുടുംബം ഉൾപ്പെടെ വിൽക്കുന്ന അണ്ണാ ഇത് ഇങ്ങോട്ട്. അണ്ണാ ഏത് ഗ്യാങ്ങിനാന്ന് പറഞ്ഞു? ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞു. XT. XT. അല്ല മുച്ചിരി അവരോട് അതല്ലേ ഇതൊക്കെ നമ്മൾ നോക്കണം. ബിസിനസ്സിന് നമുക്ക് ഇങ്ങനത്തെ ബിസിനസ്സിന് നമുക്ക് ഇങ്ങനത്തെ അത് നമ്മളെ കത്തിക്കത്തില്ലേ? നമ്മളെ കണ്ടുവെച്ച് നമ്മളെ തല്ലൂലേ? ആ ഇല്ല നമ്മളെ തല്ല, അതിൽ കാര്യമില്ല. ഓൾറെഡി അവന്മാരുടെ അതിൽ കാര്യമുണ്ട്, എനിക്ക് കാര്യമുണ്ട്. അണ്ണാ നമ്മൾ അങ്ങനെയൊക്കെ എത്തിക്സ് നോക്കി ബിസിനസ് നടക്കൂല. വി നീഡ് നമുക്ക് ബിസിനസ് വേണം, കാശ് വേണം. ബ്രോ നിങ്ങളെ ടിവിയുടെ ഗണ്ണ് ചോദിച്ചായിരുന്നോ? നമുക്ക് ഒരു 30 വേണമായിരുന്നു. അവൻ തന്നോ? ഗണ്ണ് തന്നോ? ഇല്ല തന്നില്ല. തന്നില്ലല്ലേ? ഓ ഓക്കെ. ഇത് എന്ത് നിങ്ങക്കിപ്പോ വാറടിക്കാൻ വല്ലോ ആണോ? ഇപ്പഴത്തേക്കല്ല, സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി. സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടാണോ? ഓക്കെ ഞാൻ ചോദിച്ചിട്ട് പറയാം. ഓക്കെ. അവർക്കിപ്പോ യാതൊരു റിക്വയർമെന്റും ഇല്ല. ഹലോ ഇവിടെ ഉണ്ടോ? അവർക്ക് ഗണ്ണ് വേണ്ട, അവർക്ക് ചുമ്മാ സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണെന്ന്. അത് ഇവിടുത്തെ പോലെ കൊണ്ടുവന്ന് അവിടെ വെക്കാൻ. എന്ത് വ്യത്യാസമുണ്ട് നിനക്ക്? ഇവിടുന്ന് നിന്റെ അച്ഛന്റെ തലയുടെ സൈഡിൽ നിന്ന് ഒരു മുടി പറിച്ച് നിന്റെ തല വെച്ചാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ? അപ്പൊ ഇവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് ഒരുപോലാണ്. അവിടെ ഇരിക്കുന്നത് ഒരുപോലാണ്, മനസ്സിലായ? സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണ്. നമ്മളോർത്ത് വല്ല വാറും എല്ലാം കളിക്കാനായിരിക്കും. അണ്ണാ നമ്മൾ ഈ കിടക്കെങ്ങനെ തോക്കുവോ? നമ്മൾ തോക്കൂല. ഞാൻ കേട്ടെ, നമുക്ക് ഈ കാശ് വെച്ചാൽ പോലെ ഇവനെ ഈ GNR ഒക്കെ ഇവനെ അടിച്ചിട്ട് ഹോസ്റ്റേജ് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് വാറ് വെച്ചാലും വേണ്ടില്ല. ഇവന്റെ ഒക്കെ ഈ നാക്കില് ഞാൻ മുണ്ടൂര് കറക്കുമല്ല ഇവനെ ഡീപ്രമോട്ട് ചെയ്യണം, അതേ നടക്കുള്ളൂ. അല്ല ഒന്ന് ഡീപ്രമോട്ട് ചെയ്യാൻ. ആ ഓക്കെ ശേഖരൻ ഇവന്റെ ബുദ്ധി ചിലപ്പോ പറയാൻ പറ്റത്തില്ല. MRC ആയിട്ടൊക്കെ ഇപ്പൊ അടിയായോണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ലെന്ന് പറയും. 30 കണ്ണ് എണ്ണി വെക്കാൻ പറയാം. എന്താടാ പറഞ്ഞ് കണ്ണൊക്കെ എണ്ണി വെക്കാനെന്ന് സെക്കൻഡ് എടുത്ത് ഞാൻ പറയായിരുന്നു. നിനക്ക് തന്നെ 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കണമെന്നല്ലേ പറഞ്ഞേ? അത് തോന്നുന്നു. ഒരേ നിർബന്ധം ശരിക്ക് വന്നപ്പോ കാണണമെന്ന്. അതെ വിശ്വാസം ഇല്ലെന്നുള്ള തെളിവാണ് ഈ എല്ലാരും ഇവിടെ തന്നെ പുറകെ ഇങ്ങനെ വരികയെന്ന് പറയണത്. കാരണം എന്താണെന്നറിയോ ഷേക്ക്? കാരണം ഗ്യാങ് ഹൗസിൽ നിന്ന് കുറെ ഗണ്ണൊക്കെ എടുത്ത് കട്ട് മുടിപ്പിച്ച ഒരേ ഒരു ഗ്യാങ്ങിന്റെ ഗോലീഡർ ഇവ മാത്രമായിരിക്കും. ഇവനൊക്കെ ഏതാടാ ഇവൻ? എന്റെ ആളാ, അവൻ എന്റെ റൈറ്റ്, എന്റെ അനിമ മകൻ. അല്ല എന്തിനായിരുന്നു വന്ന ഷേക്ക് പറഞ്ഞേ? അല്ല ഷേക്ക് എന്തിനായിരുന്നു വന്നേ? കുറച്ച് ഉടായ്പാണ്. സംഭവം ഇത് ഞാനിങ്ങനെ കൊടുക്കാറില്ല. ചന്ദ്രനായതുകൊണ്ട് പിന്നെ ഞാൻ 2.5 തന്നതാ. ഇത് 3 എന്താ കൊടുത്തത്? വൈറ്റ് മണി തരാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അല്ലല്ല ഒരു കാര്യം, ഡീലൊക്കെ നിങ്ങൾ തമ്മിലാണേ. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇവൻ ചെയ്യുന്ന കള്ളത്തരത്തിന് TV ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഞങ്ങൾ തരുന്നൊരു ഞങ്ങളുടെ സൈഡിൽ നിന്ന് തരുന്ന ഒരു ഇതാണ്. ഞങ്ങൾ പറയാണ് ഇതിന്റെ പേരിൽ TV ആയിട്ട് യാതൊരു വിധ സംസാരത്തിനും നിങ്ങൾ സംസാരിക്കരുത്. ഇവൻ കള്ളന, ഇവന്റെ തന്ത അതിലും വലിയ കളന. ഇതൊരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്റെ കാശ് കൊണ്ട് ഉതുക്കി നോക്കിയ ഇത് കള്ള കാശല്ലേ ഇത് ഞാൻ തരാൻ പോണത്. റിയൽ മണി ബാക്കി എല്ലാവരും തിരിച്ചു പോരെ. വലിയ ഫ്രോഡ് പരിപാടിയായിട്ട് എന്തോ വലുത് പ്ലാൻ ചെയ്ത് അണ്ണന്റെ പേരിലല്ലേ എണ്ണേ പത്രമൊക്കെ?
ഇല്ല അണ്ണന്റെ പേരിൽ പത്രം ഇല്ലെന്ന്. എടാ ഇത്രയും കള്ളത്തരം കാണിക്കുന്നതിന് ഒരു പത്രം ഉണ്ടാക്കാനാണോ അവിടെ പാട്? അണ്ണാ പത്രം എന്തിനാ അണ്ണനെ കുടിപ്പിച്ച് കിടത്തിയോ? അല്ലേ കളർ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവച്ചിട്ടോ. ഓ അതെ, ചില അവന്മാരെ കുടിപ്പിച്ച് കിടത്തി ഒരു വണ്ടി തലയിൽ അടിച്ചു തന്നത് അതുപോലെ കൊണ്ടുപോകും ഓരോരുത്തന്മാര്. എന്തിന് കള്ളന്മാരെന്ന് പറയണേ? കണ്ണടച്ച് തുറന്നപ്പോഴെത്താ ഒരു വണ്ടി, ഒരു താറ്. രാവിലെ അവിടുന്ന് ഇതൊക്കെ തിരിച്ചു വന്നേരം പറയാം ഇതിന് അണ്ണന്റെ വണ്ടിയില്ല, അണ്ണ ഒരു 4 പെട്രോൾ അടിക്കും. ഓർമ്മ